മലയാളികളുടെ ഏറെ ഇഷ്ടപ്പെട്ട ഒരു ആഹാരമായി മാറിയിരിക്കുകയാണ് പൊറോട്ട. പൊറോട്ട എന്ന് പറയുമ്പോൾ ഒരു വികാരമാണ് മലയാളികൾക്ക്. പൊറോട്ട ബീഫ്, പൊറോട്ട മട്ടൻ കറി, പൊറോട്ട ചിക്കൻ കറി എല്ലാം സ്വാദ് നല്ല ഉള്ള ആഹാരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്ക കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇത് ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമുള്ള ഒരു ആഹാരം തന്നെയാണ് പൊറോട്ട. പക്ഷേ ഇത് സ്ഥിരമായി കഴിക്കാവോ? എന്തെങ്കിലും ആരോഗ്യ ദോഷങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമോ? അല്ലെങ്കിൽ ഇത് കഴിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ വളരെ വ്യക്തമായി അറിഞ്ഞിരിക്കുക. കാരണം ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വിവരമാണ് ഞാൻ പറയുന്നത്. ശാസ്ത്രീയമായുള്ള വിശദാംശങ്ങളിലൂടെയാണ് പറയുന്നത്. ഇപ്പോൾ ശരിക്കും പോസ്റ്റ് ഒട്ടിക്കുന്ന മൈദ കൊണ്ടാണ് പൊറോട്ട ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊറോട്ട കഴിക്കരുത് എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട്. അപ്പം അതിന് പൊറോട്ട ഫാൻസുകാർ വന്ന് അതിനെതിരെയൊക്കെ പറയാറുണ്ട്. രണ്ടുപേരും തമ്മിൽ ഫൈറ്റൊക്കെ നടക്കാറുണ്ട്. മിക്കവാറും ഞാനത് കാണാറുണ്ട്. അപ്പോൾ പൊറോട്ടയുടെ ഒരു പ്രധാന ചേരുവകൾ ആദ്യം മനസ്സിലാക്കുക. എന്താണ് ഇതിനകത്തുള്ളത്? മൈദയും ഡാൽഡയും ചേർന്നിട്ടാണ് പൊറോട്ട ഉണ്ടാക്കുന്നത്. ഇവയിൽ അന്നജവും കൊഴുപ്പുമാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ പൊറോട്ട കഴിച്ചാൽ ഉറപ്പായിട്ടും ഇത്രമാത്രം കലോറി നമ്മുടെ ശരീരത്തിലോട്ട് എത്തുകയാണ്. അതുമാത്രമല്ല, ഇത് വളരെ സാവധാനം മാത്രമേ ദഹിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെറിയ ദഹന പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കലോറി എന്ന് പറയുമ്പോൾ എത്രമാത്രം കാലറിയാണ് ഈ ഒരു പൊറോട്ട വരുന്നത്? ഒരു പൊറോട്ട ഏകദേശം ഒരു 100 ഗ്രാമുള്ള ഒരു പൊറോട്ട എടുക്കുകയാണെങ്കിൽ ഏകദേശം നമ്മുടെ ശരീരത്തിലോട്ട് കിട്ടുന്ന കലോറി എന്ന് പറഞ്ഞാൽ 340 കലോറിയാണ്. അത് അത്യാവശ്യം നല്ല ഹൈ കലോറിയാണ്. ഇപ്പോൾ ഒരു 3 പൊറോട്ട കഴിച്ച് ഏകദേശം 1000 കാലറി അടുപ്പിച്ച് വരെ നമ്മുടെ ശരീരത്തിലോട്ട് കാലറി എത്തുകയാണ്. ഇത് ശരീരഭാരം വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ പൊണ്ണത്തടി ഉണ്ടാവും, പ്രമേഹം ഉണ്ടാവും, അമിത രക്തസമ്മർദ്ദം ഉണ്ടാവും, ഹൃദ്രോഗം ഉണ്ടാവും. ഇങ്ങനെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളാണ് സ്ഥിരമായിട്ട് നമ്മൾ ഹൈ കാലറി ഫുഡ് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. പിന്നെ അതുകൂടാതെ പൊറോട്ട ഉണ്ടാക്കുന്നത് ഈ മൈദ കൊണ്ടാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഈ മൈദ എന്ന് പറയുന്നത് എന്താണ്? ഗോതമ്പിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു തവിട് കളഞ്ഞിട്ടുള്ള സാധനത്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തവിട് എന്ന് പറയുന്നതാണ് ഫൈബർ. അപ്പം മൈദ നമ്മൾ കേടാകാതിരിക്കാനും അതുപോലെ ആ ഒരു ഇത് വരാനൊക്കെ വേണ്ടിയും തവിട് നീക്കം ചെയ്യും. ഈ തവിടിലാണ് ഇതിൻ്റെ അകത്തുള്ള വൈറ്റമിൻസും മിനറൽസും അതുപോലെ തന്നെ നാരുകളും എല്ലാം ഉള്ളത്. അപ്പോൾ അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലോട്ട് കയറുന്നത് മൊത്തം ഗ്ലൂക്കോസാണ്. അതായത് ഒരു പഞ്ചസാര കുറച്ച് കലക്കി കുടിക്കുന്നത് പോലെയാണ് നമ്മൾ പൊറോട്ട കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലോട്ട് വളരെ വേഗത്തിൽ ഷുഗർ റിലീസാവും. അപ്പോൾ ഈ അവശേഷിക്കുന്ന ഈ ഒരു അന്നജം അമിതമായി നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നത് നല്ലതല്ല. കാരണം നാരുകൾ വളരെ കുറവാണ്. അപ്പോൾ അതിനോടൊപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇനി പൊറോട്ട നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ലിമിറ്റ് ചെയ്യുക, വളരെ കുറച്ച് കഴിക്കുക. അതിനോടൊപ്പം സാലഡ്സ് നല്ലോണം കഴിക്കുക. കാരണം അല്ലെങ്കിൽ ഇതൊരു ചീത്ത അന്നജമായി മാറും. എണ്ണയ്ക്ക് പകരം നമ്മളിതിൽ ചേർക്കുന്ന എന്താണ്? ചീത്ത കൊഴുപ്പായിട്ടുള്ള ട്രാൻസ് ഫാറ്റാണ്. അതായത് ഈ പറഞ്ഞേക്കുന്ന ഡാൽഡ, വനസ്പതി പോലുള്ള സാധനങ്ങളാണ് കൂടുതൽ ആളുകളും ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഹോട്ടലുകളിലും പല സ്ഥലങ്ങളിലും ഇതാണ് ഉപയോഗിക്കുന്നത്. ഇത് ട്രാൻസ് ഫാറ്റ് നമ്മൾ സ്ഥിരമായി കഴിച്ചാൽ ഹൃദയാഘാതത്തിന് കാരണമാവും, സ്ട്രോക്കിന് കാരണമാവും, അമിതവണ്ണത്തിന് കാരണമാവും, പ്രമേഹത്തിന് കാരണമാവും. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനമാണ് ട്രാൻസ് ഫാറ്റ്. ആരും അഡ്രസ്സ് ചെയ്യാത്തൊരു കാര്യമാണ് ട്രാൻസ് ഫാറ്റ്. അപ്പോൾ അത്ര ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനം ആയതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ ഹൈ ആണ്. ഗ്ലൈസിമിക് ഇൻഡെക്സ് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലോട്ട് പെട്ടെന്ന് ഷുഗർ ഹൈ ആവുന്നത് പൊറോട്ട കഴിക്കുമ്പോൾ ഉണ്ടാവും. പൊറോട്ട നമ്മുടെ ശരീരത്തിലോട്ട് കഴിച്ചു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ അതിൻ്റെ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ സ്പൈക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥിരമായി കഴിക്കുന്നത് നല്ലതല്ല. മൈദ മൃദുവാക്കാൻ വേണ്ടി ബെൻസൈൽ പെറോക്സൈഡ്, അലോക്സിൻ പോലുള്ള ചില കൃത്രിമമായിട്ടുള്ള ചില കെമിക്കൽസും അതുപോലെ ചില സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വെള്ള കളർ കിട്ടാനൊക്കെ ആയിട്ട് അതും നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നത് നല്ലതല്ല. പക്ഷെ വല്ലപ്പോഴുമൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാ മൈദ ഉള്ള ആഹാരങ്ങളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ദഹിക്കാൻ വളരെ പ്രയാസമുള്ള ഒരു സാധനം തന്നെയാണ് മൈദ. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ വിശക്കാൻ പാടില്ലെങ്കിൽ കുറേ നേരം ടൈമിനൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ അധ്വാനിക്കുന്ന ഒരു വ്യക്തിക്കൊക്കെ പൊറോട്ട കഴിച്ച് കഴിഞ്ഞാൽ കുറേ നേരം വിശക്കില്ല. പക്ഷെ ചില ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. പ്രത്യേകിച്ച് മലബന്ധമൊക്കെ ഈ പൊറോട്ട കഴിക്കുന്ന ആളുകൾ വളരെ കോമൺ ആണ്. ദഹന പ്രശ്നങ്ങളും അതുപോലെ ഗ്യാസും അതുപോലെ മലബന്ധവും വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട്. ഇത് കഴിക്കുന്നുണ്ടെങ്കിൽ വളരെ മിതമാക്കുക. അതുപോലെ എല്ലാ ദിവസവും കഴിക്കാതിരിക്കാൻ നോക്കുക. ആഴ്ചയിൽ ഒരിക്കയോ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കയോ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നാരുകളില്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പൊറോട്ട കഴിക്കുന്ന സമയത്ത് ധാരാളം സാലഡ്സ് അതിനകത്ത് ആഡ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഉള്ളി കുറേ അരിഞ്ഞ് കഴിക്കാം, അല്ലെങ്കിൽ കുക്കുംബറോ ക്യാരറ്റോ ഒക്കെ ഇതിനോടൊപ്പം കഴിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ നമ്മൾ ഇതുപോലുള്ള ആഹാരങ്ങൾ സ്ഥിരമായി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുടലിലെ ക്യാൻസർ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഫൈബർ ഇല്ലാത്ത സാധനം സ്ഥിരമായി കഴിച്ചാൽ നമുക്ക് കോളോൺ ക്യാൻസർ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുട്ടികൾക്കൊക്കെ സ്ഥിരമായിട്ട് ഇത് കൊടുക്കാറുണ്ട്. ശരിക്കും പ്രോട്ടീൻ ഇല്ല, വൈറ്റമിൻ ഇല്ല, ധാതുക്കളില്ല, ആൻറ്റി ഓക്സിഡൻസ് ഇതിൻ്റെ അകത്ത് ഇല്ല എന്ന് മനസ്സിലാക്കുക. വെറും ഒരു കുറച്ച് ഗ്ലൂക്കോസ് ശരീരത്തിലോട്ട് എത്തുന്നതല്ലാതെ വേറെ പ്രത്യേകിച്ച് പോഷകങ്ങളോ അതുപോലെ ശരീരത്തിന് ആവശ്യമുള്ള സാധനങ്ങളൊന്നും നൽകുന്നില്ല. ടേസ്റ്റിന് വേണ്ടി വല്ലപ്പോഴും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. എനിക്കിപ്പോഴും അറിയാവുന്ന ഒത്തിരി ആളുകളുണ്ട് ദിവസേന ഇത് കഴിക്കുന്നവളും അവർക്ക് ചീത്ത കൊളസ്ട്രോള്, LDL, അതുപോലെ ട്രൈഗ്ലിസറൈഡ്, പ്രമേഹം, അമിത രക്തസമ്മർദ്ദം, വയറിന് ചുറ്റുമുള്ള വണ്ണം, ഇതൊക്കെ ഉള്ള വ്യക്തികളെ എനിക്കറിയാം. അത് സ്ഥിരമായിട്ട് എല്ലാ ദിവസവും പൊറോട്ട കഴിക്കുന്ന പല വ്യക്തികളെ എനിക്കറിയാവുന്നതാണ്.
ഗോതമ്പ് പൊറോട്ട കഴിക്കാവോ എന്ന് പല ആളുകളുടെയും മനസ്സിലുള്ള സംശയമാണ്. ശരിക്കും മനസ്സിലാക്കേണ്ടത് മൈദ കൊണ്ടുണ്ടാക്കിയ പൊറോട്ടയെ പോലെ ഗോതമ്പ് പൊറോട്ടയെ നമുക്ക് ആക്കിയെടുക്കാനായിട്ട് പറ്റില്ല. കാരണം ഗോതമ്പ് കുറച്ചുകൂടെ കട്ടിയുള്ളതാണ്, മൈദ കുറച്ചുകൂടെ സോഫ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ധാരാളം എണ്ണ ആഡ് ചെയ്യുക, പ്രത്യേകിച്ചും ഡാൽഡ, വനസ്പതി പോലുള്ള ട്രാൻസ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഓയിലുകൾ ധാരാളം ആഡ് ചെയ്താൽ മാത്രമേ ഈ ഗോതമ്പിനെ നമുക്ക് കുറച്ച് വലിയുന്ന ഒരു സ്വഭാവമാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. പൊറോട്ടയുടെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇത്രമാത്രം എണ്ണ അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഗോതമ്പ് പൊറോട്ട നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും ഈ പറഞ്ഞ കാലറികൾ നമ്മുടെ ശരീരത്തിലോട്ട് ധാരാളം എത്തുകയാണ്. ഗോതമ്പ് പൊറോട്ടയും അതുകൊണ്ട് സ്ഥിരമായി കഴിക്കുന്നത് നല്ലതല്ല. വെജിറ്റബിൾ ഓയിലിൻ്റെ അല്ലെങ്കിൽ വെജിറ്റബിൾ ഫാറ്റിൻ്റെ അമിതമായിട്ട് ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ലിമിറ്റ് ചെയ്യുക. 1-2 കൂടുമ്പോഴൊക്കെ വല്ലപ്പോഴൊക്കെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഗോതമ്പ് പൊറോട്ട എന്ന് പറയുന്നുവെങ്കിലും ഏറെ ദോഷകരമായിട്ടുള്ള പൊറോട്ട തന്നെയാണ് ഗോതമ്പ് പൊറോട്ടയും. സ്വാദിഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം വല്ലപ്പോഴും, പക്ഷേ എന്നും കഴിച്ചു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ നമ്മൾ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ പല അസുഖങ്ങളും നമ്മുടെ ശരീരത്തിലുണ്ടാകും. എന്തൊക്കെയാണ് പ്രോബ്ലം ഉണ്ടാകുന്നത്? ഈ കൊഴുപ്പുകളും ഈ പറഞ്ഞ ഗ്ലൂക്കോസും നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പൊണ്ണത്തടി ഉണ്ടാവാം, ഹൃദയാഘാതം ഉണ്ടാകാം, ഡയബറ്റീസ് ഉണ്ടാവാം, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാം, കൊളസ്ട്രോൾ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മാക്സിമം ആളുകളിലോട്ട് ഈ ഒരു ടോപ്പിക് എത്തിച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ ഓൾ.